നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് 2018 വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തെ പറ്റി പറയാനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാർക്കിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് ചെങ്ങന്നൂർ മാവേലിക്കര ഏരിയയിലുള്ള ആളുകൾക്ക് നല്ലപോലെ അറിയാവുന്ന ഒരു പാർക്കിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. 2018 പ്രളയത്തോടെ നശിച്ചു പോയ ഒരു പാർക്ക്, അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് കാണാം. ഇവിടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് മാക്സിമം ഫ്ലഡ് ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ ഗേറ്റ് ഒക്കെ അടച്ചിട്ടേക്കാണ്, ഫുള്ള് കാട് കയറി കിടക്കുവാണ്. അപ്പൊ നമുക്ക് ഫ്രണ്ടിൽ കൂടെ കയറാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ ഇതുവഴി വേണം കയറാൻ. ഇവിടെയൊക്കെ ഫുള്ള് കാട് കയറി കിടക്കുക കേട്ടോ. മൊത്തത്തിൽ ഇവിടെയൊക്കെ മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. ഇവിടെയൊക്കെ പണ്ട് നേരത്തെ ഇരിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ക്ലീൻ ആയിരുന്നു, നല്ല വൃത്തിയായിട്ടുള്ള ഒരു പാർക്കായിരുന്നു. ഈ ഒരു പാർക്ക് ഇങ്ങനെ നശിച്ച് കിടക്കുന്നതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഉണ്ടോ, സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കള്ളുകൂടിയും കാര്യങ്ങളും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇതിനകത്ത് ആരെങ്കിലും കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല, അതുപോലൊക്കെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാർക്കിന്റെ ടിക്കറ്റ് കൗണ്ടറിന്റെ ഫ്രണ്ടിലാണ്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം, ഓഫീസുണ്ട്, ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ പാർക്കിനകത്തോട്ട് നേരത്തെ പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പം ഈ ഒരു ഓഫീസിന്റെ ഒക്കെ അവസ്ഥ ഉണ്ടോ. ഇപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വൃത്തിയാക്കാത്തത് അല്ലെങ്കിൽ നല്ല രീതിയിൽ പഴയ പോലെ ആക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. 2015 അന്നത്തെ ടൂറിസം വകുപ്പ് മന്ത്രിയായിരുന്ന AP അനിൽകുമാറാണ് ഈ ഒരു പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഞാൻ ഈ പാർക്കിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഇവിടെ മൊത്തത്തിൽ നല്ലപോലെ കാട് കയറി കിടക്കുമായിരുന്നു. ഇങ്ങോട്ട് നമുക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അതിനുശേഷം ആരോ വെട്ടിത്തെളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഭാഗമൊക്കെ കണ്ടാൽ മനസ്സിലാവും, കുറേ വെട്ടിത്തെളിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇതുവഴിയൊക്കെ നമുക്ക് നടന്നു പോകാമായിരുന്നു. അവിടെയൊക്കെ ഇരിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു. ആളുകളൊക്കെ ഇവിടെ വന്നിരുന്നിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു ലൊക്കേഷനാണ് ഈ കാണുന്നത്. നമുക്ക് ദൂരെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനായിരുന്നു. അതുപോലെ തന്നെ ഇതുവഴി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് നടക്കാനുള്ള ഏരിയകളും ഒക്കെ ഉണ്ടായിരുന്നു. ഫാമിലി ആയിട്ടൊക്കെ വരുന്ന വീക്കെൻഡിലൊക്കെ ഫാമിലി ആയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. എന്താ പറയുക, വീക്കെൻഡ് സമയത്തൊക്കെ നല്ല തിരക്കായിരുന്നു ഈ ഒരു പാർക്കിൽ. പിന്നെ അതുപോലെ തന്നെ അടുത്ത് കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്ലഡിന് ശേഷം അതൊക്കെ പൂട്ടിപ്പോയി. പിന്നെ ഈ പാർക്കിൽ